ഇന്ന് ഞാനിങ്ങനെ നമ്മുടെ ജന്മാഷ്ടമി ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് ആരും ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റം ഇന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും പാലടിയും സേമിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ നമ്മളിന്നൊരു മിക്സഡ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ചെറുപയറുണ്ട്, പരിപ്പുണ്ട്, അരിയും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന പരിപ്പല്ല ഇത്, അത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് വാങ്ങാൻ പോകാൻ ടൈം കിട്ടിയില്ല. അത് സാധാ നമ്മുടെ കറിക്കെടുക്കുന്ന സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ടാണ് പേപ്പറിൽ എടുക്കുന്നത്. നമ്മളിവിടെ അങ്ങനെ വീട്ടിലൊന്നും സ്റ്റോർ ചെയ്യാറില്ല. ആവശ്യത്തിന് വേണ്ടി അന്നൊന്ന് അല്ലെങ്കിൽ തലേദിവസം കടയിൽ നിന്നാണല്ലോ എടുത്ത് വെക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊരു 5 വിസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പം തേങ്ങ ഇവിടെ കുറവാണ്. ഇവിടെ തേങ്ങ ആക്ച്വലി പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഉണ്ടായിരുന്നേ എടുത്തുള്ളൂ, വേറെ പൊട്ടിക്കാനൊന്നും നിന്നില്ല. ഒരു ചെറിയ തേങ്ങയാണ്, ഒരു 1.25 മുറി ഉണ്ടാകും കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഇത് വേഗം വെച്ചിട്ട് ഞാൻ തേങ്ങ ചുരണ്ടാൻ പോയിരുന്നു. പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാം കേട്ടോ. നെയ്യ്, പിന്നെ ഏലക്ക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾക്ക് കൂടുതൽ ഇവിടെ ശർക്കര പായസം അങ്ങനെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പശുവും പാലും കൂടി ചേർക്കാമെന്ന് കരുതിയിട്ടാണ് നാളികേരം കുറച്ച് തന്നെ എടുത്തത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണക്കമുന്തിരി ആർക്കും മറ്റേ പായസത്തിൽ വേറെ ഇഷ്ടമുള്ളൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇത് ഒരുണ്ട ശർക്കര മെൽറ്റാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. നമ്മൾ ആ കിസ്മിസ് റോസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ നമ്മുടെ കുക്കറിൽ വേവിച്ച് പയറും പരിപ്പും അരിയും കൂടി ഉള്ളത് ഇട്ടു. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര ഇത്തിരി കൂടുതലായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മധുരം തീരെ ഇഷ്ടമില്ല. ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഒന്നുകൂടി കുറുക്കുവാണ്. കുറേശ്ശെ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് കവർ പാലെടുത്തു കേട്ടോ. പശുവും പാല് തികഞ്ഞില്ല എന്ന് വെച്ചാൽ ഇവിടെ മധുരം ഇഷ്ടമില്ല. അപ്പോൾ ഇത്തിരി ഒരുണ്ട ശർക്കരയുടെ ആവശ്യമില്ല, അതുകൊണ്ട് മധുരം കൂടുതലായിപ്പോയി. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് ഇങ്ങനെ കുറുക്കി എടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കവറ് ഫുള്ളൊരു കവറ് പാലിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. തിരിഞ്ഞു വയ്ക്കും. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിപ്പോൾ ലാസ്റ്റ് ഒഴിക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് നന്നായിട്ട് വരണത്. അപ്പോൾ ഈ പയറും പരിപ്പൊക്കെ ആയതുകൊണ്ട് കുറുകും ഇരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്തിരി വെള്ളം നീട്ടി തന്നെ എടുത്തിരിക്കുന്നത്. പായസം എന്ന് പറയും, ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, വൈറ്റ് വേണ്ടവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ലാസ്റ്റത്ത് നമ്മൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കുറുകുന്നൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നെയ്യും മധുരമൊക്കെ ഇത്തിരി കുറവാണ് ഇഷ്ടം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റേജ് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കാണ് ക്യാമറ പിടിക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ SMS വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത സൺഡേ കാണാം. ബൈ ബൈ.